പറഞ്ഞത് പാലിച്ചാണ് തുടക്കം. നവകേരളത്തിൽ നിന്നും പുതുയുഗത്തിലേക്ക് പുറപ്പെട്ടതിന്റെ മാറ്റം ദൃശ്യമാണ്. 5 ഗ്യാരണ്ടികളിൽ 2-ൽ നിന്ന് തുടങ്ങുന്നു. ആശമാരുടെ നിരാശ മാറ്റുന്നു. മക്കളാൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന വയോജനങ്ങളുടെ വാർത്തകൾക്കിടെ അവരെ സംരക്ഷിക്കാൻ അവർക്കായി ഒരു പ്രത്യേക വകുപ്പ് തന്നെ പ്രഖ്യാപിക്കുന്നു. നവകേരള യാത്രയിലെ രക്ഷാപ്രവർത്തനം നടത്തിയ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ തുടരന്വേഷണം വരുന്നു എന്നതും ഭരണമേറും മുൻപ് നൽകിയ ഉറപ്പിന്റെ തുടർച്ചയാണ്. 10 വർഷത്തിനുപ്പുറം കൊട്ടിയടയ്ക്കപ്പെട്ട വാതായനങ്ങൾ തുറക്കുന്നു എന്നതിന്റെ സൂചനയായി മാധ്യമങ്ങൾക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ ചിരിയോടെ ചുരുക്കി പറയുന്നതിന്റെ പുതുമയുമുണ്ട്. സത്യപ്രതിജ്ഞയിൽ ആദ്യം ദേശീയഗാനത്തിന് പകരം വന്ദേമാതരത്തിന്റെ ആദ്യ 6 വരികൾക്ക് പകരം മുഴുവൻ ആലോപിച്ചത് ഗവർണറുടെ താൽപര്യം അംഗീകരിച്ചുകൊണ്ടാണ്. പുതിയ മന്ത്രിസഭയ്ക്കുള്ള ഗവർണറുടെ ചായ സൽക്കാരം പതിവ് ചടങ്ങ് തന്നെ. പക്ഷേ PM ശ്രീ അടക്കം പ്രതിപക്ഷത്തെ വിമർശിച്ച വിഷയങ്ങളിൽ പുതിയ സർക്കാരിന്റെ സമീപനം എന്താകും? ഇതും ജനം ഉറ്റുനോക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറയും പോലെ എന്തു തീരുമാനവും മാധ്യമങ്ങളെ ആദ്യം അറിയിക്കുമെന്ന വാചകം വിശ്വസിച്ചു തുടങ്ങാം. മാറ്റത്തിന്റെ കാറ്റോ എന്നതാണ് ചോദ്യം.